ടെലിഗ്രാമിലെ ഫോട്ടോ വിൽപ്പന കേസിൽ മാഹി സ്വദേശിനിയായ യുവതിയുടെയും സഹോദരന്മാരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും. യുവതിയും സഹോദരന്മാരും ചേർന്നാണ് നിതിന്റെ വീട്ടിലെത്തി ഫോണിൽ നിന്നും സ്ക്രീൻഷോട്ടുകൾ ശേഖരിച്ചത്. ഇവരുടെ പക്കൽ മറ്റു പെൺകുട്ടികളെക്കാൾ കൂടുതൽ കൃത്യതയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. മാഹി സ്വദേശിനിയായ യുവതിയാണ് നിതിൻ മോഹൻദാസിന്റെ സൈബർ ക്രിമിനൽ മുഖം പുറം ലോകത്തെ അറിയിച്ചത്. നിതിൻ മോഹൻദാസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, ഗുഡ് മോർണിംഗ് സോണൽ. അങ്ങനെ നിതിനെ കുടുക്കിയത് ഈ മാഹി സ്വദേശിയായ പെൺകുട്ടിയുടെ ധീരതയാണ്. റിപ്പോർട്ടർ ചാനലിലൂടെ പുറം ലോകത്തെ അറിയിച്ചപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന, ഒരുപക്ഷെ കണക്കില്ലാത്ത കുട്ടികളുടെ ചിത്രങ്ങളാണ് അയാളുടെ ഫോണിൽ നിന്നൊക്കെ നമുക്ക് പുറത്തിപ്പോൾ വന്നിരിക്കുന്നത്. അന്വേഷണ സംഘം തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഇയാളുടെ ഈ കേസ് കണ്ടിട്ട്. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു വേട്ടക്കാരനായിരുന്നു നിതിൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൊഴി കൊടുക്കുമ്പോൾ കൂടുതൽ കുരുക്കായി മാറുകയല്ലേ നിതിന്? തീർച്ചയായിട്ടും ഈ മൊഴിയിലൂടെ, അതായത് മൊഴിയിലുള്ളത് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായി നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. രാമനാട്ടുകര സ്വദേശി സാന്ദ്രയുടെ പരാതിയിലാണ് പരപ്പനങ്ങാടി പോലീസ് ഇപ്പോൾ ഈ കണ്ണൂർ സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. കാരണം മറ്റു കുട്ടികളിൽ നിന്ന് മാറി ഈ കണ്ണൂർ സ്വദേശിനിയുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതായത് കൂടുതൽ കൃത്യതയോടുകൂടിയുള്ള ഡയറക്റ്റ് തെളിവുകളാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ കുരുക്ക് മുറുകും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും അന്ന്, അതായത് ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം തന്നെ നിതിൻ മോഹൻദാസിൻ്റെ വീട്ടിലേക്ക് എത്തിയത് ഈ മാഹി സ്വദേശി, അതായത് കണ്ണൂർ സ്വദേശി കൂടിയായിട്ടുള്ള കുട്ടിയും അവരുടെ സഹോദരങ്ങളും ചേർന്നാണ്. അന്നാണ് നിതിൻ്റെ ഫോണിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ ഇവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ശേഖരിക്കുന്നത് അന്ന്. അതിനുശേഷം പിന്നീട് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് ഇക്കാര്യങ്ങളൊക്കെ പോലീസിനെയും അറിയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് എത്തിയ ആ സംഘത്തിലെ ആളുകളെയാണ് ഇന്ന് വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ കുട്ടിയുണ്ടായിരുന്നു, കുട്ടിയുടെ സഹോദരങ്ങളുണ്ടായിരുന്നു, അവരെയൊക്കെ ഇന്നും വീണ്ടും വിളിപ്പിച്ച് അവരുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും നിലവിൽ നടക്കുന്നത് കൂടുതൽ തെളിവ് ശേഖരണം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ വിധേന കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കൂടുതൽ കുരുക്ക് മുറുക്കാൻ കഴിയുമോ അതൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് കൂടുതൽ പരാതികളും ഇതിനെതിരെ വരുന്നുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എന്തായാലും കൂടുതൽ പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഓക്കെ, നിതിൻ ഒരു പെർവേർട്ടഡ് ക്രിമിനൽ ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാഹി സ്വദേശിനി സഹോദരങ്ങളും ഇന്നിപ്പോൾ മൊഴി കൊടുക്കുകയും ചെയ്യും.